വെൽക്കം ബാക്ക് ടു ഷെയർസൺ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പുതിയ വീടിൻ്റെ പണി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഉണ്ട്. ഗൈസ്, ഇതാണ് നമ്മളെ വീട്. അപ്പം നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ട് കയറാം. വണ്ടി പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വീട്ടിൻ്റെ അകത്തോട്ട് കയറാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അപ്പോൾ ഗൈസ്, ഈ ഒരു റൂമെന്ന് പറയുന്നത് ഒരു കടയായിട്ട് സെറ്റ് ചെയ്യാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്ന് അകത്തോട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേ കയറാം ഗൈസ്. അപ്പം ചെരുപ്പൊക്കെ ഊരിയിട്ട് കയറാണ്. ഇന്ന് ടൈലിൻ്റെ പണിക്കാരും പെയിൻറ്റിങ്ങിൻ്റെ പണിക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം അതിൻ്റെ സാമഗ്രികളെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അടുക്കളയിൽ പോയിട്ട് രണ്ടാമത്തെ നിലയിലോട്ട് പോകാം. സോ ഗൈസ്, അടുക്കളയിൽ ടൈൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ ഷെൽഫും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ നിലയിലോട്ട് പോകാം. അതാണ് രണ്ടാമത്തെ നിലയിലോട്ട് കയറാണ്. ഇവിടെ മൊത്തം ഇതാണ്. അപ്പോൾ ഗൈസ്, ഈ കല്ല് വെച്ചിരിക്കുന്ന ടൈല് ഇന്ന് വെച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബാത്റൂമാണ് വരുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മളെ വാഷ്റൂം. ഇനി ഇവിടെ കുറച്ച് വർക്കും കൂടിയൊക്കെ ഉണ്ട്. ഇവിടെ ഷവറാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ബാത്റൂം. നമുക്ക് കുറ്റിയിടാം. സോ ഗൈസ്, അടുത്ത നമ്മളെ റൂമിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മളെ റൂം. ഇവിടെ ഫുള്ള് ടൈലിട്ട് കഴിഞ്ഞു. ഇവിടെ ഒരു ലൈറ്റ് നീല കളറാണ് വരുന്നത്. ഇവിടെ വൈറ്റ്. ഇത് അലമാരയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഫുള്ള് നമ്മളെ പെരയിടം ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് അപ്പുറത്തതും ഇതും ഒരു റൂമാണ്. അപ്പം അപ്പുറത്തോട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ എന്താ പറയുക, ഒരു ജനാല പോലെ സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ കാണുന്ന റൗണ്ട് ഇവിടെ ഒരു AC ഫിറ്റ് ചെയ്യും. അതിൻ്റെ കാറ്റ് 2 റൂമിലുമായിട്ട്, തണുപ്പ് 2 റൂമിലുമായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഹോള് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലോട്ട് കയറാം. നമ്മൾ അടുത്ത റൂമിലോട്ട് കയറാണ്. ഇതാണ് നമ്മളെ അടുത്ത റൂം. ഇവിടെ പിങ്ക് കളറാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു വിൻഡോ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാലും റോഡും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ജനാല ഉണ്ട്. അത് നമ്മൾ അപ്പുറത്തെ ജനാലയിൽ കണ്ടതുപോലെ തന്നെ പെരയിടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ ഒരു അലമാര ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും എന്താണ്, ഒരു ജനാലയം. ഇത് നമ്മൾ അപ്പുറത്തുനിന്ന് കാണിച്ചായിരുന്നു, എന്നാലും ഒന്നും കൂടെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ജസ്റ്റ് കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അതോ ഇല്ല, സൈഡിലായിട്ട് കാണുന്നത് ഞാൻ ചൂണ്ടയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സൈഡിലായിട്ട് കാണുന്ന ചെറിയൊരു ചാലാണ്. ഇനി നമുക്ക് വീട്ടിൻ്റെ താഴെ ഒന്ന് പോയി പരിചയപ്പെടാം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ താഴെ സോ ഗായ്സ്, നമ്മൾ ഒരു സ്ഥലം മാത്രം കാണിക്കാൻ മറന്നുപോയി. മണ്ടയിൽ കൊണ്ടുപോകാനാണ്. അവിടെ എൻ്റെ കാക്കയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മണ്ടയിൽ പോയിട്ട് വരാം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ മണ്ടയിലോട്ട് കയറാണ്. നമ്മൾ മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. മണ്ടയിലോട്ട് കയറിയാലുള്ള വ്യൂ ഇതാണ് ഗൈസ്. ക്യാമറ ഉണ്ടപ്പോൾ ഓടി ഗൈസ്, ഓടി പോണ്. അതിരക്കച്ചി എവിടേക്കാണ് കണ്ട അതിൻ്റെ സാധനം
ഇതിൻ്റെ യൂട്യൂബിൻ്റെ കുറേ സാമഗ്രികളൊക്കെ കാക്കാരെ മൊബൈലിലാണ് കിടക്കുന്നത്. സോ ഗായ്സ്, ഇതാണ് നമ്മൾ ഏറ്റവും മണ്ടയിലത്തെ നിലയിലുള്ള വ്യൂ. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ടാമതൊരു ഇത് റൂം കാണിച്ചായിരുന്നു. ആ റൂമിൽ നിന്ന് നോക്കി, ആ റൂമിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണെന്നാണ് ഇവിടെ വന്ന് കണ്ട എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും. ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, അടുത്ത നമ്മൾക്ക് ഇനി താഴെ പോവാം. ഏറ്റവും താഴെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് സ്ഥലമൊക്കെ പരിചയപ്പെടുത്താനുണ്ട്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഡാമൊക്കെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗായ്സ്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചവിട്ടാതെ ഇറങ്ങണം. ഇവിടെ ചവിട്ടാതെ ഇറങ്ങണം. അപ്പോൾ അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്ലാസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് 4 ലൈറ്റും. ഇതാണ് ഇവിടത്തെ വ്യൂ. അപ്പം നമ്മൾ നേരെ താഴോട്ട് പോവാം. സോ ഗായ്സ്, അപ്പം നമ്മൾ താഴത്തെ നിലയിൽ ഇറങ്ങുകയാണ്. സോ ഗായ്സ്, അപ്പോൾ ഇവർ പെയിൻറ്റിങ്ങിൻ്റെയും ടൈലിൻ്റെയും പണിക്കാർ പോവാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് വെളിയിലൊന്ന് പരിചയപ്പെടാം. സോ ഗായ്സ്, അപ്പം ചെരുപ്പിടട്ടെ. അപ്പോൾ ഗായ്സ്, അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ പുറം ഭാഗമാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഗായ്സ്, ഇവിടെ ചെറിയൊരു തട്ടുകളുണ്ട്. ഇതാണ് നമ്മളെ കിണർ. ഇത് ഏകദേശം ഒരു 8 തൊടിയാണ് കുഴിച്ചിരിക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഗൈസ്. ഇനി നമുക്ക് വീടിൻ്റെ പുറകു വശത്തായിട്ട് പോവാം. ഗൈസ്, ഇവരൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പിറകു വശത്തെ മതിൽ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഏറ്റവും മണ്ടയിലത്തെ നിലയെന്ന് കാണിച്ച ചാല് ഇതാണ്. പക്ഷെ ഇപ്പോഴും ഈ ചാലിൽ വെള്ളമില്ല. അവിടെ നിന്ന് ഒരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് വെള്ളം നിറഞ്ഞാലേ ഈ ചാലിൽ വരും. സോ ഞാൻ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ ആ മഴ പരുവത്തൊക്കെയാണ് ഈ ചാലുകളിൽ വെള്ളം ഇറങ്ങുന്നത്. സോ ഗായ്സ്, അപ്പം നമ്മൾ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കതാ ഇങ്ങനെ ചാടി ഇറങ്ങാം. ഇവിടെ പല ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ചെടികൾ നട്ടിരിക്കുകയാണ്. ഇത് പേരക്കയാണ്. ഇവിടെ കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് മാവാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ കട. ഇതാണ് കട. ആദ്യം ഞാൻ കടയാണ് കാണിച്ചത്. ഇവിടെ നമ്മളൊരു ഷട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ വീട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.